ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊന്നൊരു അടിപൊളി ചമ്മന്തിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം കേട്ടോ. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ്. ഞാൻ പറയുന്ന ഈ ഒരു ഇലയും കൂടെ ചേർത്തിട്ട് അരക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക്. അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 5-6 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കാം. ഒരു 2 വലിയുള്ളി കട്ട് ചെയ്തത് അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നല്ലപോലെ വഴണ്ടി വരേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊരു 2 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കീറിയിട്ടിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു അരമുറി തേങ്ങ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്നവരെ അത് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തിക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കൈപ്പിടി അളവിൽ മല്ലിയില കട്ട് ചെയ്തത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായി മിക്സ് ആക്കി എടുക്കാം. മല്ലിയില കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മല്ലിയിലയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ചമ്മന്തി തയ്യാറാക്കി എടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സാക്കി നന്നായിട്ട് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഇനി നമ്മുടെ ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാറി വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒരു 2 സ്പൂണ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് അതുകൂടെ ഇട്ട് ഗോൾഡൻ കളർ ആകുമ്പോൾ കുറച്ച് കറിവേപ്പില അതുകൂടെ ഇട്ട് നന്നായി മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മുടെ ചമ്മന്തി ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കടുക് വറുത്തതുണ്ടല്ലോ അതുകൂടെ ഒന്ന് നമുക്ക് ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഈസി ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റായിട്ടോ ഈ ഒരു ചമ്മന്തിക്ക്. പിന്നെ ചമ്മന്തിക്ക് ഉള്ളി വറുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ. നമ്മുടെ ഇഡ്ഡലിക്കും ദോശയ്ക്കും വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഈ ചമ്മന്തി മാത്രം മതിയാകും. ഇതാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദോശയും നല്ലൊരു ഈസി ടേസ്റ്റി ചമ്മന്തി കേട്ടോ. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.